ഇവിടെ ചെറിയൊരു കൊച്ച് അർജന്റീന ആരാധകരാണ്. എന്താ പേരെന്താ? എന്താ? നെസ്വയ്ക്ക് ആരെ ഇഷ്ടം? മെസ്സിയാണോ? മെസ്സിയാണ് ഇഷ്ടം. അതാണോ മെസ്സിയുടെ ജേഴ്സി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്? അതാ മെസ്സിയുടെ ജേഴ്സി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? മെസ്സി കുട്ടിയാണല്ലേ? എത്രയല്ലേ പഠിക്കുന്നേ? 1ാം ക്ലാസ്സിലോ? ഷിഹാസ് ഞാൻ ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇവിടെ 160 അടി നീളമുള്ള ഫ്ലക്സാണ് അർജന്റീന ആരാധകർ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ ബ്രസീലിയൻ ഫാൻസ് ഇതിലൊന്നും അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് സങ്കടം ഉണ്ടാവും. പക്ഷേ എന്നാലും തൊട്ടപ്പുറത്ത് 190 അടി ഫ്ലക്സ് ഉയർത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് അവിടെ ബ്രസീലിയൻ ആരാധകർ കടന്നിട്ടുണ്ട്. അവരവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. അവിടെ ബ്രസീലിന്റെ കൊടികളെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ബ്രസീലിന്റെ ഫ്ലക്സും അവിടെ ഉയരും. ബ്രസീൽ ഇത്തവണ കുറച്ച് വെല്ലുവിളി ഉയർത്തുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സംശയമില്ല. ഞങ്ങൾ അവർ എത്രയാണ് വെക്കുന്നത് അതിന് മേലെ ഞങ്ങൾ വെച്ചിരിക്കും. അല്ല, ഞങ്ങൾ കളിക്കളത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ വെല്ലുവിളി നിങ്ങൾക്ക് ഉയർത്തുന്നു. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കപ്പടിച്ച കാലമല്ല അത്. കളറ് മാറി, ടീമിന്റെ കളർ മാറി. നിങ്ങള് ചിലവർ 5ക്ക് 160 അടിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങൾ 10ക്ക് 160 അടിച്ചിരിക്കണ്. പിന്നെ ആരെങ്കിലും അതിന് ഇവിടെ ഫ്ലെക്സ് അടിക്കുന്ന പോലെ അവിടെ ലോകകപ്പ് അടിക്കുന്ന ബ്രസീലിയൻ ടീമിന്റെ ആരാധകരൊക്കെ പറയുന്നു. അത് ഒരിക്കലില്ല. അത് പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊല്ലം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ കൊല്ലം വെറുതെ ബ്രസീൽ പറഞ്ഞാണ്. അതൊന്നും നടക്കില്ല. ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ 2002 ശേഷം ഒരു കപ്പ് കൊണ്ടുപോകും ബ്രസീൽ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അത് കൊണ്ടുപോയില്ല. വെല്ലുവിളികൾ പുല്ല് വില കൽപ്പിച്ച് അർജന്റീന കപ്പ് കൊണ്ടുവരും. അത്രേ ഉള്ളൂ. ഖത്തറിൽ ഞങ്ങൾ കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയല്ല. അതത്രേ ഉള്ളൂ. ഇവിടെ കോങ്ങാട് നല്ല മഴ പെയ്യാണ്. പക്ഷേ ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോളിനൊന്നും മഴ ഒരു തടസ്സമില്ല. വലിയ ആവേശത്തിൽ തന്നെയാണ് കോങ്ങാടുള്ള അർജന്റീന ആരാധകരുള്ള. ഏതെങ്കിലും അവസാനം കൊന്നുകൂടി നമ്മുടെ കുട്ടിയോടെ വലിയ ആവേശത്തിലേക്ക് കിടക്കുകയാണ്.